Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ തൗഫീക്കിനാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 18ാമത്തെ ക്ലാസ്സാണ്. അല്ലാഹു നമ്മൾക്ക് സ്വീകരിക്കുമാറാകട്ടെ. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇത് 5ാം വർഷം മുതൽ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ മൃഗീയമായി കൊണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ആ പീഡനങ്ങൾക്കൊടുവിൽ ഈ സ്വഹാബത്ത് എന്ത് ചെയ്യാണ്? മക്ക വിട്ട് അബിസീനയിലേക്ക് ഹിജറ പോകുന്നുണ്ട്. ആ അബിസീനയിലേക്ക് പോകാനുള്ള കാരണം മറ്റൊരുപാട് നാടുകളുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബിസീനിയ എന്ന് പറയുന്ന നാട് തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. നീതിമാനായ ഭരണാധികാരിയാണ്. അതേപോലെ തന്നെ ഹിജറക്ക് മുമ്പും അവരുമായി ബന്ധമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാത്രാ ദൂരം കുറവാണ്. ക്രൈസ്തവ ഭരണകൂടമാണ് അവിടെ ഭരിച്ചിരുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ എത്യോപ്യയിലേക്ക്, അബിസീനയിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നത്. ആ പോകുന്ന സമയത്ത് 15ഓളം ആളുകളാണ് പോകുന്നത്. 11ഓളം പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ആദ്യം ഹിജറ പോകുന്നത്.
മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യ റുഖയ്യ ബീവി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അബൂ സലമ, ഉമ്മു സലമ, ഉസ്മാൻ ബിൻ മദ്ഊൻ തുടങ്ങിയ പ്രഗത്ഭരും പ്രശസ്തരായ സ്വഹാബത്തൊക്കെ ആ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ആ ഹിജറക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഇബ്നു ദുഗ്ന എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അബൂബക്കർ റളിയല്ലാഹു അൻഹു യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്ന വിഷയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. അവസാനം നമ്മൾ പറഞ്ഞത് അവർ യാത്ര പോയത് ഹിജറ 5-ാം വർഷം റജബ് മാസത്തിലാണ്. റജബും കഴിഞ്ഞ് ശഅബാനും കഴിഞ്ഞ് റമളാനിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ അവര് തിരിച്ച് മക്കയിലേക്ക് തന്നെ വന്നു. അഥവാ കേവലം 2-2.5 മാസം മാത്രമാണ് അവർ എത്യോപ്യയിൽ ഉണ്ടായത്. ആദ്യം പോയി റജബ് മാസത്തിലാണ് അവർ യാത്ര പോണത്. പിന്നെ ശഅബാനും കഴിഞ്ഞ് റമളാനിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ശവ്വാലിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്തു? അവര് തിരിച്ചു വന്നു. 2 മാസത്തോളാണ് അവര് അബിസീനയിൽ ഉണ്ടായത്. അപ്പൊ അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത്. അവരിനി വീണ്ടും തിരിച്ചു പോകുന്നുണ്ട്. അവര് ആദ്യം അബിസീനയിൽ നിന്ന് മക്കയിലേക്ക് വരാനുള്ള കാരണം ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കാന്നാണ് പറഞ്ഞത്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബിസീനയിലേക്കുള്ള 2ാമത്തെ ഹിജറ. അബിസീനയിലേക്ക് ഒരു പ്രാവശ്യം ഹിജറ പോയി, പിന്നീട് അവര് വീണ്ടും ഹിജറ പോകുന്നുണ്ട്. അപ്പൊ ആദ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഹിജറ 5-ാം വർഷം അവര് അബിസീനയിലേക്ക് ഹിജറ പോയി. റജബ് മാസത്തിലാണ് പോകുന്നത്. തിരിച്ച് ശവ്വാലിന്റെ തുടക്കത്തിലോ റമളാനിന്റെ അവസാനത്തിലോ അവര് തിരിച്ചു വരുന്നുണ്ട്. ഹിജറ അല്ല, ക്ഷമിക്കണം, നുബൂവത്തിന്റെ 5-ാം വർഷം. നുബൂവത്തിന്റെ 5-ാം വർഷമാണ് പോകുന്നത്. അപ്പോ അവര് പോയി പിന്നീട് എന്ത് ചെയ്തു? 2.5 മാസത്തിന്റെ ഉള്ളിൽ തന്നെ അവര് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരാനുള്ള കാരണം അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കഅബയുടെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം നടക്കുമ്പോൾ അള്ളാഹു റസൂലിന്റെ സ്വഹാബത്ത് എത്യോപ്യയിലേക്ക് പോയ ആളുകൾ എവിടെയാണ്? അവർ എത്യോപ്യയിലാണ്, അബിസീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് അവിടെ മക്കയിലെ അറിയപ്പെട്ട ഖുറൈശി നേതാക്കന്മാരിൽപ്പെട്ട പ്രധാനിമാരായ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഖുർആൻ ഓതി. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാരായണം ചെയ്യണം. അതിങ്ങനെ പാരായണം ചെയ്ത് ആ സൂറത്തിന്റെ അവസാനം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവസാനത്തായത് ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ എന്നുള്ള ആയത്താണ്. ഈ ആയത്ത് തിലാവത്തിന്റെ ആയത്താണ്. അഥവാ ഈ ഒരു ആയത്ത് എത്തുമ്പോൾ അവിടുന്ന് തിലാവത്തിന് വേണ്ടി സുജൂദ് ചെയ്യണം. എന്താണ് ഇതിന്റെ അർത്ഥം? അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്യുക. അപ്പൊ ഈ തിലാവത്തിന്റെ ആയത്ത് ഓതിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിലാവത്തിന്റെ സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്ത സമയത്ത് ഈ ഖുർആനിന്റെ ഭംഗി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആര്? മക്കയിലെ ഖുറൈശികളായ നേതാക്കന്മാരായ ആളുകൾ. ഇവര് പോലും അറിയാതെ ഖുർആനിന്റെ വശ്യതയിൽ മുഴുകി ഇവരും അവിടെ വെച്ച് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, സജദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൻ നജ്മി വസജദ മഅഹുൽ മുസ്ലിമൂന വൽ മുശ്രികൂന വൽ ജിന്നി വൽ ഇൻസ്. നബി സല്ലല്ലാഹു അലൈഹി ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം ഓതി നബി സുജൂദ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുജൂദ് ചെയ്യുന്ന സമയത്ത് നബിയുടെ കൂടെ തന്നെ മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും മനുഷ്യരും ജിന്നുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നിവേദനം ചെയ്ത അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അവരെന്ത് ചെയ്തു? സുജൂദ് ചെയ്തു എന്നുള്ള വാർത്ത ആര് കേട്ടു? അബിസീനയിലുള്ള ആളുകൾ. അബിസീനയിലുള്ള ആളുകൾ കേട്ട ഇവരെന്താണ്? മക്കക്കാര് മുഴുവനും സുജൂദ് ചെയ്തിട്ടുണ്ട്. അവര് മുസ്ലിമായി, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്, നബിയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന വാർത്തയാണ് ആര് കേൾക്കുന്നത്? അബിസീനിയക്കാര് കേൾക്കുന്നത്. അതല്ലാതെ അവര് ഖുർആൻ കേട്ട് അവര് പോലും അറിയാതെ ഖുർആനിന്റെ വശ്യതയിൽ സുജൂദ് ചെയ്തതാണ് എന്ന് അവരറിഞ്ഞിട്ടില്ല. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നുമില്ല. കേട്ടറിഞ്ഞ അറിവ് വെച്ചിട്ട് എന്ത് ചെയ്തു? അവര് പാപങ്ങൾ എന്ത് ചെയ്തു? ശവ്വാലിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ റമളാനിന്റെ അവസാനത്തിൽ അബിസീനയിൽ നിന്ന് മക്കയിലേക്ക് തന്നെ വന്നു. മക്കയിലെത്തിയ സമയത്ത് ഉണ്ടായ വിഷയം എന്താ? ആദ്യകാലത്തുണ്ടായ
പ്രയാസങ്ങളെക്കാൾ ഇരട്ടി പ്രയാസങ്ങളാണ് പിന്നീട് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾക്ക് ഏൽക്കേണ്ടി വന്നത്. അഥവാ അവർ ആദ്യം പോകുന്ന സമയത്ത് ഉണ്ടായ പീഡനങ്ങളും പ്രതിസന്ധികളും ഉണ്ട്, അതിനെത്രയോ ഇരട്ടി മടങ്ങാണ് അവർക്ക് പിന്നീട് ഏൽക്കേണ്ടി വന്നത്. അവര് ഈ അബിസീനിയയിലുള്ള യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ അവർക്ക് ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ പ്രയാസം, ഒന്നാമത്തെ പ്രയാസം എന്താണെന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഒരു വ്യക്തിയുടെ സംരക്ഷണ കേന്ദ്രമാണ് അയാളുടെ ഗോത്രം. ആ ഗോത്രം വിട്ടുപോയാൽ പിന്നീട് അയാൾ രണ്ടാംകിട പൗരനാണ്. പിന്നെ അയാൾക്ക് വീണ്ടും ആ ഗോത്രത്തിലേക്ക്, ആ നാട്ടിലേക്ക് കയറണമെങ്കിൽ ആ നാട്ടിലെ ആരെങ്കിലും എന്ത് ചെയ്യണം? സംരക്ഷണം ഏറ്റെടുക്കണം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബ് മരണപ്പെട്ട സമയത്ത് നബിയുടെ ഉമ്മാന്റെ നാടായ ത്വായിഫിലേക്ക് പോയി. നമുക്കറിയുന്ന ചരിത്രമാണ്. ത്വായിഫിൽ പോയി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൃഗീയമായി കൊണ്ട് ദ്രോഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ കുട്ടികൾ കല്ലെറിഞ്ഞു. സംഭവമൊക്കെ അറിയാം. ഈ സംഭവത്തിന് ശേഷം ഉണ്ടായ വേറൊരു വിഷയമുണ്ട്. നബിക്ക് പിന്നീട് മക്കയിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. മക്കയുടെ അതിർത്തിയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നു. ആരെങ്കിലും കഫാലത്ത് ഏറ്റെടുക്കണം, എങ്കിലേ മക്കയിൽ കയറാൻ കഴിയുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള കഫാലത്ത് ഏറ്റെടുത്തത് ജുബൈർ ബിൻ മുത്ഇമിന്റെ പിതാവായ മുത്ഇം ബിൻ അദി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് എന്ത് ചെയ്യണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഒന്ന് എല്ലാ ആളുകളും ഒന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് ഇരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഒരാളുടെ സംരക്ഷണ കേന്ദ്രമാണ് അയാളുടെ ഗോത്രം. അപ്പൊ ആ ഗോത്രം വിട്ടുപോയാൽ പിന്നീട് അയാൾക്ക് ആരെങ്കിലും എന്ത് ചെയ്യണം? കഫാലത്ത് ഏറ്റെടുക്കണം, സംരക്ഷണം ഏറ്റെടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോയപ്പോ മുത്ഇം എന്ന് പറയുന്ന വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബിസീനിയയിലേക്ക് പോയ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് ആരാണ്? ഇബ്നു ദുഗന എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് അന്ന് ആ കാലഘട്ടത്തിൽ ഒരു രീതിയാണ്. അപ്പോ സ്വന്തം നാടും ഗോത്രത്തൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അബിസീനിയയിലേക്ക് പോയ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർക്ക് ആരും സംരക്ഷണം കൊടുക്കണില്ല. അപ്പൊ അവരിൽ മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും എത്യോപ്യയിലേക്ക് പോയ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹം നേരെ വലീദ് ബിൻ മുഗീറയുടെ അരികിലേക്ക് ചെന്നു. വലീദ് ബിൻ മുഗീറ എന്ന് പറഞ്ഞാൽ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ് വലീദ് ബിൻ മുഗീറ. ഇദ്ദേഹത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യന്യമായിട്ടൊക്കെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിട്ടുണ്ട്. വലീദ് ബിൻ മുഗീറ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ ആളാണ്, ഇസ്ലാമിന്റെ ഭംഗി അറിഞ്ഞ ആളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വാദിച്ച ആളാണ്. അവസാനം ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വലീദ് ഞങ്ങളോട് പറയാണ് മുഹമ്മദ് നബി യഥാർത്ഥ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് ജനങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ആ സമയത്ത് വലീദ് പറയാണ് മുഹമ്മദ് കള്ളപ്രവാചകനാണ് എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ ആളാണ് ആരെ? വലീദ്. ഈ വലീദിന്റെ അരികിലേക്കാണ് ആര് പോണത്? ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബി പോണത്. ഈ വലീദിനെ അരികിലേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ഉസ്മാൻ ബിൻ മദ്ഊനും വലീദ് ബിൻ മുഗീറയും പണ്ട് മുതലേ, അഥവാ അവരുടെ ജാഹിലിയ കാലഘട്ടം മുതലേ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. അപ്പോ ഉസ്മാൻ ബിൻ മദ്ഊന് പോയിട്ട് പറയുന്നുണ്ട്, എനിക്കുള്ള സംരക്ഷണം വലീദെ താങ്കൾ നൽകണം. വലീദ് ബിൻ മുഗീറ അതിന് സമ്മതം മൂളി നേരെ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറയാണ്, ഉസ്മാൻ ബിൻ മദ്ഊനിനുള്ള സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്. ഇനി ഉസ്മാനെ ഒരാളും ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല. അപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ കാര്യം റെഡിയായി. അദ്ദേഹം മാത്രമാണ് പോയത്? അല്ല, വേറെയും ആളുകളുണ്ട്. വേറെ അതിന് കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ, അവർക്ക് എല്ലാ പ്രയാസങ്ങളുണ്ട്. മൃഗീയമായിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ബാക്കിയുള്ള ആളുകളെ പീഡിപ്പിക്കാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു വല്ലാതെ മനം നൊന്തു. അദ്ദേഹം വന്നിട്ട് വലീദിനോട് പറയാണ്, വലീദെ, നിങ്ങൾ എനിക്കുള്ള സംരക്ഷണം ഒഴിവാക്കി, അള്ളാഹു എന്നെ സംരക്ഷിച്ചോളും, നിങ്ങൾ എന്റെ സംരക്ഷണം പിൻവലിക്കണം, ഒഴിവാക്കണം, അള്ളാഹു എന്റെ സംരക്ഷണം ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞ് വലീദിനോട് പറഞ്ഞു. വലീദ് ബിൻ മുഗീറ നേരെ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ബിൻ മദ്ഊനുള്ള സംരക്ഷണം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഉസ്മാൻ ബിൻ മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മക്കയിലെ ഖുറൈശികളായ ആളുകൾ ഒരു സദസ്സ് കണ്ടു. ആ സദസ്സിൽ ഒരു അറിയപ്പെട്ട ഒരു കവിയുണ്ട്. ആ കവിയാണ് ലബീദ് ബിൻ റബീഅ എന്ന് പറയുന്ന കവി. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്ക ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു വിഷയമാണ്, നബിയുടെ നബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് ഹുനഫാക്കളായ ആളുകളുണ്ട്. ഹുനഫാക്കളായ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്രാഹിം നബിയിലെ, അതേപോലെ തന്നെ മൂസാ നബി, ഈസാ നബിയിലൊക്കെ വിശ്വസിച്ച വിശ്വാസികളായ ആളുകൾ. ആ കൂട്ടത്തിൽ ആരൊക്കെ പെടും? വറക്കത്ത് ബിൻ നൗഫൽ പെടും. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്?
ഈ ലബീദ് ബിൻ റബീഅ അറിയപ്പെട്ട കവിയാണ്. അറിയപ്പെട്ട മക്കയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവികളിൽ ഒരാളാണ് ആര്? ഈ ലബീദ് ബിൻ റബീഅ. അപ്പൊ ലബീദ് ബിൻ റബീഅ എന്ന് പറയുന്ന കവി മക്കത്തെത്തിയപ്പോൾ ആളുകൾ കൂടിയിട്ടുണ്ട്. അതിന്റെ സദസ്സാണ് ഈ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു കാണുന്നത്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അവിടെ ചെന്ന സമയത്ത് ഈ ലബീദ് ബിൻ റബീഅ കവിത ചൊല്ലിയാണ്. എന്താ കവിത എന്നറിയോ? അലാ കുല്ലി ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു. അള്ളാഹു അല്ലാത്തതെല്ലാം ബാത്തിലാണ്, അള്ളാഹു അല്ലാത്തതെല്ലാം നശിക്കണതാണ് എന്നുള്ള അർത്ഥം വരുന്ന കവിത ആര് ചൊല്ലിയാണ്? ലബീദ് ബിൻ റബീഅ. ലബീദ് ആരാണ്? വിശ്വാസിയാണ്, അള്ളാഹു വിശ്വാസമുണ്ട്. ആ അർത്ഥം വെച്ചിട്ട് എന്ത് ചെയ്തു? ലബീദ് പാടിയപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ ഇത് കേട്ടപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ അതിന് കൊടുത്ത മറുപടി സ്വദഖത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഈ ലബീദ് ബിൻ റബീഅയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അസ്ദഖു കലിമത്തിൻ ഖാലഹ ശാക്കിർ. കവികൾ പറയുന്ന വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഈ ലബീദ് എന്നുള്ളത്. ഇതേ അദ്ദേഹം പാടിയ ആ കവിതന്റെ അതേ അർത്ഥം വരുന്ന ആയത്ത് ഖുർആനിലുണ്ട്. സൂറത്ത് റഹ്മാൻ 26-27. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിക്കും, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിക്കും. വയബ്ഖാ ബാക്കിയാകും അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം, അല്ലാഹു മാത്രം ബാക്കിയാകും, ബാക്കിയുള്ളതെല്ലാം നശിക്കുമെന്നുള്ളത്. അപ്പോ ഈ ലബീദ് ബിൻ റബീഅ പാടുകയാണ് അല്ലാഹു അല്ലാത്തത് മുഴുവനും ഈ ലോകത്ത് നശിക്കാനുള്ളതാണ് എന്ന് പാടിയപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ ഇത് കേട്ടു. ഉസ്മാൻ ബിൻ മദ്ഊൻ അതിന് കൊടുത്ത മറുപടി സ്വദഖത, താങ്കൾ പറഞ്ഞത് സത്യമാണ്, ഇതാണ് സത്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ ലബീദ് ബിൻ റബീഅ വീണ്ടും ഒരു കവിത ചൊല്ലി. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരി പറയാണ് വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്നുള്ളതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നശിക്കണതാണ് എന്നുള്ളതാണ്. എല്ലാ സുഖ സൗകര്യങ്ങളും നശ്വരമാണ്, അതെല്ലാം നശിക്കണതാണ് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഉസ്മാൻ ബിൻ മദ്ഊൻ പറഞ്ഞു കദബത, താങ്കൾ പറഞ്ഞത് കള്ളാണ്, താങ്കൾ പറഞ്ഞത് കളവാണ്. നഈമുൽ ജന്നതി ലാ യസൂൽ, സ്വർഗ്ഗത്തിലെ സുഖ സൗകര്യങ്ങൾ എന്ത് ചെയ്യില്ല, നീങ്ങിപ്പോകൂല. അഥവാ ലബീദ് പാടാണ് എല്ലാ സുഖ സൗകര്യങ്ങളും എന്ത് ചെയ്യും, പോകും, ഒന്നും ശാശ്വതമായിട്ട് നിൽക്കൂല എന്ന് ലബീദ് പാടിയപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ തിരുത്തി കൊടുക്കണം. അങ്ങനല്ല, സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ എന്ത് ചെയ്യും, അത് എന്നെന്ന് നിലനിൽക്കണതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ലബീദിന് വല്ലാത്ത മോശമായി. കാരണം ലബീദ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട കവിയാണ്. ആ കവിയെ തിരുത്തുന്ന അവസ്ഥയിലേക്ക് ഉസ്മാൻ ബിൻ മദ്ഊൻ മാറിയപ്പോ ആളുകളുടെ മുമ്പില് ലബീദിന്റെ അഭിമാനത്തിന് ക്ഷതം വന്നു. ആളുകളുടെ മുമ്പിൽ ഒന്ന് ചെറുതായി തോന്നിയപ്പോ ലബീദ് മക്കയിലെ നേതാക്കന്മാരോട് ചോദിക്കണ്ട, ഇതാണോ നിങ്ങളുടെ ആതിഥ്യ മര്യാദ? എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിക്കുകയാണോ? ഇതാണ് നിങ്ങളുടെ ആതിഥ്യ മര്യാദ എന്ന രൂപത്തിൽ ലബീദ് സംസാരിക്കുമ്പോൾ മക്കയിലെ ഖുറൈശികളായ ആളുകൾ പറയുന്നത്, താങ്കൾ ഒന്നും വിചാരിക്കരുത്, ഇയാൾ ഞങ്ങളുടെ ദീനിൽപ്പെട്ട ആളല്ല, ഞങ്ങളുടെ കാരണവന്മാര് സ്വീകരിച്ചു വന്ന ആദർശം വിട്ട് മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻ ആദർശം സ്വീകരിച്ചു പോയ ആളാണ് ഈ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് ആ പറഞ്ഞ ഉടനെ തന്നെ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. അടിക്കുന്നത് മുഖത്തേക്കാണ്. മുഖത്തടിച്ച് പിന്നീട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ പിടിച്ചു മാറ്റി. ഈ വിവരം ആരറിഞ്ഞു? ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് സംരക്ഷണം നൽകിയിരുന്ന ആരാണ്? വലീദ് ബിൻ മുഗീറ അറിഞ്ഞു. വലീദ് ബിൻ മുഗീറ വന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് ഉസ്മാനെ നീ ഇതൊക്കെ ചെയ്തത്? ഞാൻ നിനക്ക് സംരക്ഷണം നൽകിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകൂല, നീ എന്തിനാണ് എന്റെ സംരക്ഷണം ഒഴിവാക്കിയത്? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി, ഇപ്പോഴാണ് എനിക്ക് റാഹത്തായത്. കാരണം ഞാനല്ലാതെ മറ്റുള്ള ആളുകൾക്കൊക്കെ എന്റെ കൂടെ എത്യോപ്യയിൽ വന്ന് തിരിച്ചു വന്ന ആളുകൾക്ക് മൃഗീയമായി പീഡിപ്പിക്കുന്നുണ്ട്, എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല, ഇപ്പൊ ഒരു അടിയെങ്കിലും എനിക്ക് കിട്ടിയില്ലേ, ഇപ്പൊ എനിക്ക് സമാധാനമായി എന്ന് ആര് പറയുന്നുണ്ട്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ സ്വഹാബിയാണ് മക്കയിൽ നിന്ന് മദീനയിലെത്തി മുഹാജിറുകളുടെ കൂട്ടത്തിൽ ആദ്യം മരണപ്പെടുന്ന വ്യക്തി ആരാണ്? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹം മരണപ്പെട്ട സമയത്ത് ആ മയ്യത്ത് കാണാൻ വന്നു. ആ മയ്യത്തിന്റെ മുഖത്തുണ്ടായിരുന്ന കഫൻ പുടവ മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നുണ്ട്. ചുംബിച്ച് ആ ഖബറ് അടക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് കാണാൻ കഴിയും. പിന്നെ പറഞ്ഞു വന്നത്, അബുസീനയിലേക്ക് പോയി തിരിച്ചു വന്ന സമയത്ത് പഴയ അവസ്ഥയല്ല പിന്നീട് സ്വഹാബികൾക്ക് ഏൽക്കേണ്ടി വന്നത്. അതിലൊരു ഉദാഹരണമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അതേപോലെ എത്യോപ്യയിലേക്ക് പോയി തിരിച്ചു വന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരുണ്ട്? അബൂ സലമ റളിയല്ലാഹു അൻഹു ഉണ്ട്.
സ്വഹാബിയായ അബൂ സലമയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും തിരിച്ചു വന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. ഈ അബൂ സലമ റളിയല്ലാഹു അൻഹു സംരക്ഷണം ചോദിച്ചു ചെല്ലുന്നത് അബൂ താലിബിന്റെ അരികിലേക്കാണ്. അബൂ താലിബ് അലി റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവിന്റെ സഹോദരനാണ് അബൂ താലിബ്. ഈ അബൂ താലിബിനോട് പോയിട്ട് എനിക്കുള്ള സംരക്ഷണം താങ്കൾ ഏറ്റെടുക്കണമെന്ന് അബൂ സലമ പറഞ്ഞു. അബൂ സലമ ഈ അബൂ താലിബിനോട് പോയി പറയാൻ ഒരു കാരണമുണ്ട്. അബൂ സലമ ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, അബൂ സലമ ബനു മഖ്സൂം അഥവാ അബൂ ജഹല്, വലീദ് ബിൻ മുഗീറ തുടങ്ങിയ പ്രഗത്ഭരായ ആളുകളുടെ ഗോത്രമാണ് ബനു മഖ്സൂം ഗോത്രം. അബൂ താലിബ് ഏതാണ്? ബനു ഹാഷിം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഗോത്രമാണ് ബനു ഹാഷിം. അപ്പോ ബനു ഹാഷിമിലുള്ള അബൂ താലിബിനോട് പോയി സംരക്ഷണം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഈ അബൂ താലിബിന്റെ സഹോദരിയായ ബർറയുടെ മകനാണ് അബൂ സലമ, അഥവാ അബ്ദുൽ മുത്തലിബാണ് ഇവരുടെയൊക്കെ വാപ്പ. അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ് അബൂ താലിബ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പിതാവായ അബ്ദുള്ള, അതേപോലെ തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അബ്ദുൽ മുത്തലിബിന്റെ മക്കളാണ്. അബ്ദുൽ മുത്തലിബിന് പെൺകുട്ടികളുണ്ട്, സഫിയ റളിയല്ലാഹു അൻഹ. അതേപോലെയുള്ള ഒരു സ്ത്രീയായിരുന്നു ബർറ. ഈ ബർറയുടെ മകനാണ് ആര്? അബൂ സലമ. അപ്പോ അബൂ സലമ പോയിട്ട് എന്ത് ചെയ്തു? ഉമ്മാന്റെ സഹോദരനാണ് അബൂ താലിബ്. അബൂ താലിബിനോട് പോയിട്ട് സംരക്ഷണം ചോദിക്കാണ്. ഇത് ബനു മഖ്സൂം ഗോത്രത്തിന് വല്ലാത്ത മോശമായി. കാരണം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഗോത്രത്തിലാണ്, ബനു മഖ്സൂം ഗോത്രത്തിലാണ് അബൂ സലമ ഉള്ളത്. എന്നിട്ട് ഞങ്ങളോട് സംരക്ഷണം ചോദിക്കാതെ നേരെ വന്നിട്ട് ചോദിക്കുന്നത് ആരോടാണ്? അബൂ താലിബിനോട്. അബൂ താലിബ് ആണെങ്കിൽ ബനു ഹാഷിം ഗോത്രക്കാരനാണ്. അത് അവർക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കി. അവർ വന്നിട്ട് എന്ത് ചെയ്യാണ്? അബൂ താലിബിനോട് ദേഷ്യപ്പെട്ടാണ്. അബൂ താലിബിനോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അബൂ ലഹബാണ് അതിന് മറുപടി കൊടുക്കണം. അബൂ ലഹബ് മുസ്ലിം അല്ല. അബൂ ലഹബ് ഒന്ന് നീക്കിട്ട് പറയാണ്, ഇനിയെങ്കിലും ഈ വൃദ്ധനായ മനുഷ്യനെ നിങ്ങൾക്കൊന്ന് വെറുതെ വിട്ടൂടെ? എന്തിനാണ് ആ മനുഷ്യന്റെ പിന്നാലെ നിങ്ങൾ കൂടുന്നത്? അള്ളാഹിന്റെ റസൂലിന്റെ പേര് പറഞ്ഞ്, മുഹമ്മദ് നബിന്റെ പേര് പറഞ്ഞ് ഒരുപാട് പ്രയാസപ്പെടുത്തി നിങ്ങൾ ഇദ്ദേഹത്തെ. ഇനി അബൂ സലമന്റെ പേര് പറഞ്ഞിട്ടാണ് പ്രയാസപ്പെടുത്തുന്നത്. ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂലേ? ഇനി നിങ്ങൾ വെറുതെ വിടുന്നില്ലെങ്കിൽ അബൂ സലമക്ക്, അബൂ താലിബിന് വേണ്ടി ഞാൻ നിങ്ങളോട് പ്രതികാരം കൂട്ടും എന്ന് പറയണത് ആരാ? അബൂ ലഹബാണ്. അബൂ ലഹബ് മുസ്ലിം അല്ല, പക്ഷേ രക്തബന്ധം ഉണ്ടല്ലോ. രക്തബന്ധത്തോടുള്ള സ്നേഹം കൊണ്ട് അവിടുന്ന് അബൂ താലിബിന് വേണ്ടി സംസാരിക്കുന്നത് അബൂ ലഹബാണ് എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും ഈ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് എത്യോപ്യയിൽ നിന്നും മക്കയിൽ വന്ന് 2-3 ആഴ്ച അവര് മക്കയിൽ താമസിച്ചു. മക്കയിൽ താമസിച്ചപ്പോൾ കൊടിയ പീഡനങ്ങളാണ് അവർ കേൾക്കേണ്ടി വന്നത്. മൃഗീയമായിക്കൊണ്ട് അവര് ദ്രോഹിച്ചു. അവര് വീണ്ടും എത്യോപ്യയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ആ എത്യോപ്യയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ച സമയത്ത് എത്യോപ്യയിൽ ഉണ്ടായ ചില വിഷയങ്ങൾ എന്ത് ചെയ്തു? മക്കയിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കാണ്, എത്യോപ്യയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നമ്മുടെ മതം അനുസരിച്ച് ജീവിക്കാം, ഭയങ്കര റാഹത്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇവരിങ്ങനെ പറയാൻ തുടങ്ങി. ഇത് മറ്റുള്ള മക്കയിലെ ആളുകളൊക്കെ കേട്ടു. അപ്പൊ ആദ്യം പോയപ്പോ എത്ര പേരുണ്ടായിരുന്നത്? 15 പേരാണ്. ഇതിങ്ങനെ കേട്ട് ആളുകളൊക്കെ എന്ത് ചെയ്തു? കൂടാൻ തുടങ്ങി. അവസാനം 80-ലധികം ആളുകൾ. ചില റിപ്പോർട്ടിൽ കാണാൻ കഴിയും 83 പുരുഷന്മാരും 18 സ്ത്രീകളും രണ്ടാമത് ഹിജറ പോയി. എവിടേക്ക്? എത്യോപ്യയിലേക്ക് തന്നെ അവര് വീണ്ടും ഹിജറ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രാ സംഘത്തിന്റെ അമീറാക്കിയത് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ ബിൻ അബീ താലിബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ തീരുമാനിച്ചതിനുള്ള കാരണം ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തീരുമാനിച്ച തീരുമാനം ഏറ്റവും നല്ല തീരുമാനമായി എന്ന് പറഞ്ഞത്. അങ്ങനെ ഇവർ പോയ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. കാരണം ഇത് മക്കൾക്ക് പുറത്ത് അറിയുന്ന വാർത്ത എന്തായിരിക്കും? മക്കയിലെ ആളുകൾക്ക് മക്കയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ അവരുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയി എന്നുള്ള വാർത്തയായിരിക്കും പുറത്തുണ്ടാകുക. അതേപോലെ രണ്ടാമത് അവർ ഭയപ്പെട്ട വിഷയം, ഈ മുസ്ലിമീങ്ങളൊക്കെ പിന്നെ എത്യോപ്യയിലേക്ക് പോയിട്ടുണ്ട്. ഇനി അവിടുന്ന് അവർ വലിയൊരു സൈന്യമായി വന്ന് മക്കയെ ആക്രമിക്കുമോ എന്നുള്ള പേടിയും അവർക്കുണ്ടായി. ഈ 2 കാരണങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി 2 ആളുകളെ പറഞ്ഞയച്ചു. ഈ 2 കാരണങ്ങളാണ്. ഒന്ന്, മക്കൾക്ക് പുറത്ത് ഈ വിവരം അറിഞ്ഞാൽ, മക്കൾക്ക് പുറത്ത് വേറെയും ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ പുറത്ത് ഈ വിവരം അറിയുന്ന സമയത്ത് എന്തായിരിക്കും? മക്കയിലെ ആളുകൾക്ക് തന്നെ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള നാടല്ലാത്ത രൂപത്തിലേക്ക് മക്ക മാറിയിട്ടുണ്ട് എന്ന് പുറത്ത് വാർത്ത വരും.
രണ്ട്, ഇവര് വലിയൊരു സൈന്യമായിട്ട് ഇനി മക്കയെ ആക്രമിക്കാൻ വരുമോ എന്നുള്ള പേടിയും. അതുകൊണ്ട് മക്കയിൽ അവർ ഏറ്റവും അതിബുദ്ധിമാനായി കാണുന്ന 2 പേരെ ഇവരെ തിരിച്ച് മക്കയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയക്കണം എത്യോപ്യയിലേക്ക്. അതാരൊക്കെയായിരുന്നു? ഒന്ന്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം മുസ്ലിം അല്ല. 2, അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ എന്ന് പറയുന്ന വ്യക്തിയെയും പറഞ്ഞയക്കാണ്. ഈ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ കഴിയും അതിബുദ്ധിമാനായ സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് ആരെ? അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മിസ്ർ, ഈജിപ്ത് പിടിച്ചടക്കുന്ന സ്വഹാബി ഈ അംർ ഇബ്നു ആസ് ആണ്. എന്തായാലും ഈ അംർ ഇബ്നു ആസിനെയും അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅ എന്ന് പറയുന്ന സ്വഹാബിയെയും എത്യോപ്യയിലേക്ക് നജ്ജാശി രാജാവിനോട് സംസാരിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞയച്ചു. ഇവര് ഈ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നേരെ പോണത് അങ്ങോട്ടാണ്. ആദ്യം പോകുന്നത് നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാര്, പ്രമുഖന്മാരായ ആളുകള്, പ്രമാണിമാരായ ആളുകളില്ലേ, ഇവരുടെ അരികിലേക്കാണ് ആദ്യം പോകുന്നത്. ആദ്യം നജ്ജാശിനെ കണ്ടില്ല, കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം മന്ത്രിമാരെ പോയി കണ്ടു, അവർക്ക് വിലമതിക്കുന്ന സമ്മാനങ്ങൾ നൽകി. എന്നാൽ അവർ വന്ന കാരണം പറഞ്ഞു. അപ്പൊ നാളെ ഞങ്ങൾ നജ്ജാശി രാജാവിനെ കാണും, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വേണ്ടി നജ്ജാശി രാജാവിന്റെ പ്രമാണിമാര് തന്നെ, നജ്ജാശി രാജാവിന് പ്രിയപ്പെട്ട ആളുകൾ തന്നെ സംസാരിക്കുമ്പോൾ നജ്ജാശിക്ക് പിന്നെ മറുപടി തിരിച്ച് ഒന്നും പറയാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ട് തലേന്ന് പോയി കാണേണ്ട ആളുകളൊക്കെ കണ്ട് അവർക്ക് നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകി. പിറ്റേന്ന് അവര് നജ്ജാശി രാജാവിനെ കാണാൻ വേണ്ടി ചെന്നു. നജ്ജാശി രാജാവിനെ കാണാൻ വേണ്ടി ചെന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പിന്നീട് സംസാരിക്കാണ്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയണ്ടേ, രാജാവേ, പിന്നെ വിഡ്ഢികളായ ഒരു പറ്റം ആളുകൾ ഞങ്ങളുടെ നാട് വിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവര് ഞങ്ങളുടെ പാരമ്പര്യ മതത്തെ ഒഴിവാക്കിയ ആളുകളാണ്. ഇനി താങ്കളുടെ മതമായ ഏതാണ്? നജ്ജാശി രാജാവിന്റെ മതം, ക്രിസ്തീയ മതം, അത് സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ പാരമ്പര്യ മതം ഒഴിവാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ മതം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? താങ്കളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അവർ വല്ലാത്ത ഫിത്നക്കാരാണ്. അതുകൊണ്ട് അവര് ഈ നാട്ടിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും? കലാപങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ പറഞ്ഞയക്കണം. ഇത് പറഞ്ഞ ഉടനെ തന്നെ നജ്ജാശി രാജാവിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രമുഖന്മാരായ ആളുകൾ പറഞ്ഞു, അതെ, അത് ശരി തന്നെയാണ്, അവരെ തിരിച്ചു പറഞ്ഞയക്കണം. അവരോട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, കലാപങ്ങൾ ഉണ്ടാകും, ഫിത്ന ഉണ്ടാകും എന്ന രൂപത്തിൽ കൊട്ടാരത്തിലെ പ്രമുഖന്മാരായ ആളുകളും സംസാരിച്ചു. പക്ഷെ നജ്ജാശി രാജാവ് അത് കേട്ടില്ല. നജ്ജാശി രാജാവിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കെന്താ? എത്യോപ്യ തെരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം മലിക്കുനാദിലും, നീതിമാനായ ഭരണാധികാരി എന്നുള്ളതാണ്. നീതിമാനായ ഭരണാധികാരിയാണ്. അപ്പോ പിന്നെ നജ്ജാശി രാജാവ് അതിന് തിരിച്ചു മറുപടി പറഞ്ഞത്, ഈ മക്കയിലെ ആളുകൾക്ക് ഒരുപാട് നാടുണ്ടായിട്ടും അവര് തെരഞ്ഞെടുത്തത് എന്റെ നാടായ അബിസീനിയാണ്. അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗം ഞാൻ കേട്ടു, ഇനി അവരെന്താണോ പറയുന്നത് അതെനിക്ക് കേൾക്കണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് എന്റെ കൊട്ടാരത്തിലേക്ക് നാളെ വരാൻ പറയണം. ഭടന്മാർ വന്ന് മുസ്ലിമീങ്ങളുടെ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ആളുകളും നാളെ രാജാവിന്റെ മുമ്പിൽ ഹാജരാകണം. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഭയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം രാജാവാണ് വിളിക്കണം, എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇനി എന്താണ് ഇത് ചെയ്യാം. പക്ഷെ അവര് ഒന്നടങ്കം അവിടെ ഒരു കൂടിയാലോചന നടത്തി. അവിടെ വെച്ചെടുത്ത തീരുമാനം, എന്ത് തന്നെ സംഭവിച്ചാലും സത്യം മാത്രം പറയും. കഴുത്തിന് മേലെ തല നഷ്ടപ്പെട്ടാലും കളവ് പറയില്ല, സത്യം മാത്രം പറയും എന്ന രൂപത്തിൽ അവരവിടെ വെച്ച് തീരുമാനമെടുത്തു. പിറ്റേ ദിവസം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആദ്യം വന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു. അഥവാ രാജാവിനെ ഒരു ബഹുമാനാർത്ഥം രാജാവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാണ്. പിന്നീട് വരുന്നത് ആരാ? മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ മുമ്പിൽ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. നമുക്ക് ചരിത്രത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് നെഞ്ചും വിരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. നെഞ്ചും വിരിച്ചു വന്ന് അദ്ദേഹം സാഷ്ടാംഗം ചെയ്തില്ല. അപ്പൊ തന്നെ കൊട്ടാരത്തിലെ പ്രമുഖന്മാരായ ആളുകൾ എണീറ്റ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. രാജാവിന്റെ മുമ്പിൽ വന്ന് പിന്നെ സുജൂദ് ചെയ്യുന്നില്ല, സാഷ്ടാംഗം ചെയ്യുന്നില്ല, നിന്ദികേടാണ് പിന്നെ തുടങ്ങിയ രൂപത്തിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പഠിപ്പിച്ചത് അല്ലാഹുവിന് മാത്രം സുജൂദ് ചെയ്യാനാണ്. അതുകൊണ്ട്
ഒരു സൃഷ്ടിയുടെ മുമ്പിലും ഞാൻ സുജൂദ് ചെയ്യില്ല. ഞാൻ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ റബ്ബിന്റെ മുമ്പിൽ മാത്രമാണ്. ഈ വാക്ക് നജാഷി രാജാവിന്റെ മനസ്സിൽ വല്ലാതെ ഒരു അത്ഭുതപ്പെടുത്തി, വല്ലാത്തൊരു സ്വാധീനം ചെലുത്തി. നജാഷി രാജാവ് ചോദിക്കുന്നുണ്ട്, മഹാദ ദീൻ, എന്താണ് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ? ഏതാണ് നിങ്ങളുടെ ദീന്? നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യ മതത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, എന്റെ മതമായ ക്രിസ്തീയ മതങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഏതാണ് നിങ്ങളുടെ ദീന്? ഏതാണ് നിങ്ങളുടെ മതം എന്ന രൂപത്തിൽ നജാഷി രാജാവ് ചോദിക്കുമ്പോൾ മഹാനായ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതിന് കൊടുക്കുന്ന മറുപടി, അയ്യുഹൽ മലിക്, ഏ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ലി ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ്യത്തിൽ അജ്ഞരായ ആളുകളാണ്. ഞങ്ങൾ വിവരമില്ലാത്ത ആളുകളായിരുന്നു. ഞങ്ങള് നഅ്ബുദുൽ അസ്നാം, വിഗ്രഹങ്ങൾ ആരാധിച്ചവരായിരുന്നു. ഞങ്ങൾ വനഅകുലുൽ മൈതത്ത്, ശവങ്ങളെ ഭക്ഷിച്ചിരുന്ന ആളുകളായിരുന്നു ഞങ്ങള്. വനത്തിൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛതകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ തോന്നിവാസങ്ങളും, വ്യഭിചാരവും കണ്ടുകൂടിയും പലിശയും എല്ലാ തോന്നിവാസങ്ങളും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. നിസാരമായ കാര്യങ്ങളുടെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത ആളുകളാണ് ഞങ്ങൾ. പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് ആ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ആളുകൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകളുണ്ട്. അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഞങ്ങളുള്ളത്. അതേപോലെ തന്നെ അയൽക്കാരെ ബന്ധം മുറിച്ചിരുന്ന ആളുകളാണ്. അയൽവാസികളോട് ക്രൂരമായി മർദ്ദിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കൂട്ടത്തിലെ ദുർബലന്റെ സമ്പത്ത് ശക്തൻ ചൂഷണം ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിൽ ഞങ്ങൾ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിക്കണം. അവിടെ നോക്കിയും പ്രയോഗിച്ച പദം റസൂലൻ മിന്ന, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ അല്ലാഹു നൽകി. നഅരിഫു നസബഹു വസിദ്ഖഹു, ആ പ്രവാചകന്റെ പരമ്പര ഞങ്ങൾക്കറിയാം. ആ പ്രവാചകന്റെ സത്യസന്ധത ഞങ്ങൾക്കറിയാം. ആ പ്രവാചകന്റെ അമാനത്ത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അറിയാത്ത ആളല്ല, ഞങ്ങൾക്ക് വ്യക്തമായി അറിയുന്ന ആളാണ്. ആ പ്രവാചകൻ ഞങ്ങളെ ക്ഷണിച്ചത് അള്ളാഹുവിലേക്കാണ്, ഏക ദൈവാരാധനയിലേക്കാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം സഹായം തരണം എന്ന ഉന്നതമായ വാക്കിലേക്ക് ആ പ്രവാചകൻ ഞങ്ങളെ ക്ഷണിച്ചു. എന്നിട്ട് പറയാണ്, ഞങ്ങളുടെ പൂർവികന്മാരായ ആളുകൾ, ഞങ്ങളുടെ പിതാക്കന്മാരായ ആളുകൾ കല്ലിനെയും വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് ഞങ്ങളുടെ പ്രവാചകൻ. അദ്ദേഹം അവസാനിപ്പിച്ചത് വീണ്ടും പറഞ്ഞു, യതീമുകളെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. സത്യം പറയാൻ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. കുടുംബ ബന്ധം ചേർക്കാൻ ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ പതിവ്രതകളായ സ്ത്രീകളെ പറ്റി അപവാദം പറയരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചു. സ്വലാത്ത് കൊണ്ടും സിയാമ് കൊണ്ടും സകാത്ത് കൊണ്ടും ഞങ്ങളെ കൽപ്പിച്ചു. അഥവാ നിസ്കരിക്കണം, സകാത്ത് കൊടുക്കണം, നോമ്പ് നോക്കണം, പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്തു? ഞങ്ങളെ ഉപദ്രവിച്ചു. ആ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ ഞങ്ങൾ നാട് വിട്ടു പോകുന്നത് എത്യോപ്യയിലേക്കാണ്. നജാഷി രാജാവെ, ഞങ്ങൾ എത്യോപ്യ തെരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട്. താങ്കൾ നീതിമാനായ ഭരണാധികാരിയാണ്. താങ്കൾ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങളുടെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്യോപ്യ തെരഞ്ഞെടുത്തത് എന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്. വളരെ വൈകാരികമായി ജഅഫർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. സംസാരത്തിന് ശേഷം സൂറത്ത് മറിയമിലെ ചില ആയത്തുകളും അദ്ദേഹം ഓതിക്കൊടുത്ത സമയത്ത് നജാഷി രാജാവ് കരഞ്ഞു. നജാഷി രാജാവിന്റെ താടി രോമങ്ങൾ നനയുമാറ് നജാഷി രാജാവ് കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, വല്ലാഹി ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി ഈസാ ലയഖ്റുജു മിൻ മിശ്കാത്തിൻ വാഹിദിൻ. ഈസാ നബിക്ക് ലഭിച്ച അതേ വിളക്കുന്നുള്ള വെളിച്ചം തന്നെയാണ് ഈ പ്രവാചകനും ലഭിച്ചിട്ടുള്ളത്. മുൻകാല പ്രവാചകന്മാരായ ഈസാ നബിക്കും മൂസാ നബിക്കും ലഭിച്ച അതേ വിളക്കിലുള്ള വെളിച്ചം തന്നെ ലഭിച്ച പ്രവാചകനാണ് മുഹമ്മദ്. അതുകൊണ്ട് നിങ്ങൾ എത്യോപ്യയിൽ തന്നെ ജീവിച്ചോളൂ. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞു. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം തിരിച്ചു പോയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ വന്ന അബ്ദുല്ലാഹ് ബിൻ അബി റബീഅ എന്ന് പറയുന്ന ആള് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം. ഇല്ല, എനിക്ക് നാളെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യും. നാളെയും കൂടി നോക്കിയിട്ട് അപ്പോഴും അവരെ കിട്ടിയിട്ടില്ലെങ്കിലേ ഞാൻ തിരിച്ചു പോകുള്ളൂ. അവസാനത്തെ ആവനാടിയിൽ അമ്പെടുക്കുകയാണ്. എന്താണ്?
ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം നേരെ വന്നിട്ട് പറയാണ്, നജാഷി രാജാവേ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറയാൻ ഒരു കാര്യം കൊണ്ടു. ഇവര് ഈസാ നബിയെ കുറിച്ച്, അവരുടെ പ്രവാചകൻ, ക്രിസ്തീയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലേക്ക് വന്ന പ്രവാചകനായ ഈസാ നബിയെ കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്തുണ്ട് ഇവര് പറയുന്നുണ്ട്. ആ പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇവര് മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും അംർ ബിൻ ആസിന്റെ സംസാരം കേട്ടിട്ട് മുസ്ലിമീങ്ങളെ വിളിച്ചു. ജാഫർ റളിയല്ലാഹു അൻഹു കൂട്ടരും വീണ്ടും ഭയപ്പെട്ടാണ്. കാരണം ഇന്നലെ കഴിഞ്ഞതാണ്, വീണ്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് വീണ്ടും വരും. വരുന്ന സമയത്ത് തീരുമാനിച്ചു, തല പോയാലും സത്യം മാത്രമേ പറയുള്ളൂ. വന്ന സമയത്ത് നജാഷി രാജാവിന്റെ ചോദ്യം, ഈസാ നബിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു വറൂഹു. അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, ദൂതനാണ്, ദിവ്യവചനമാണ്, പവിത്രമായ മറിയമിലേക്ക് അല്ലാഹു നിക്ഷേപിച്ച പ്രവാചകനാണ് ഈസാ നബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഈസാ നബിയെ കുറിച്ചുള്ള വിവരണങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞപ്പോ നജാഷി രാജാവ് പറയാണ്, ഇതന്നെയാണ് സത്യം, ഇതാണ് സത്യമായ മതം, ഇതന്നെയാണ് ഈസാ നബി ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന രൂപത്തിൽ നജാഷി രാജാവ് സംസാരിക്കുകയാണ്. അങ്ങനെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. പോകാൻ മാത്രമല്ല, അദ്ദേഹം കൂടുന്ന വിലമതിക്കുന്ന സമ്മാനങ്ങളില്ലേ, അതുകൊണ്ട് പോയിക്കും, അതൊന്നും ഇവിടെ വെക്കണ്ട. എന്നിട്ട് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര കാലമാണോ മക്കയിൽ ജീവിക്കേണ്ടത്, എത്യോപ്യയിൽ ജീവിക്കേണ്ടത്, അത്ര കാലങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്യോപ്യയിൽ ജീവിക്കാം എന്ന് പറഞ്ഞ ഭരണാധികാരിയായിരുന്നു നജാഷി രാജാവ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അസ്ഹാമത്ത് ബിൻ അബ്ജൂർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. എത്യോപ്യയിലെ ഭരണാധികാരികളെ നജാഷി എന്നും, യമനിലെ മിസ്രിലെ ഭരണാധികാരികളെ ഫിറഔൻ എന്നും, യമനിലെ ഭരണാധികാരികളെ തുബ്ബ രാജാക്കന്മാർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അസ്ഹാമത്ത് ബിൻ അബ്ജൂർ എന്നാണ്. ഈ നജാഷി രാജാവ് ആരെ പുറത്താക്കി? ഞാൻ അവസാനിപ്പിക്കണം. ആരെ പുറത്താക്കി? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ പുറത്താക്കി. പക്ഷെ അദ്ദേഹം പിന്നീട് തിരിച്ചു വരുന്നത് എവിടേക്കാണ്? വീണ്ടും അദ്ദേഹം അഭയം തേടി വരുന്നത് എത്യോപ്യയിലേക്ക് തന്നെ. അത് വലിയ ചരിത്രമാണ്. അത് കുറച്ചുകൂടി മുമ്പിലേക്ക് പോകണം. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു ഹിജ്റ 7-ാം വർഷം, ഹിജ്റ 5-ാം വർഷം ഖന്തഖ് യുദ്ധത്തിന് ശേഷം മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കി. മുസ്ലിമീങ്ങൾ വലിയ ഒരു സൈന്യമായിട്ട് പിന്നീട് മാറുകയാണ്. അപ്പൊ അംർ ബിൻ ആസും കൂട്ടുകാരും തീരുമാനിച്ചു, ഇനി മക്കയിൽ നിന്നാൽ കഴിയില്ല, മക്ക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചടക്കാൻ പോവുകയാണ്. വല്ലാത്തൊരു കഴിവ് മുഹമ്മദ് നബിക്ക് വരുന്നുണ്ട്. അപ്പോ ഈ രൂപത്തിൽ അവർ തീരുമാനിച്ചു, ഇനി മക്കയിൽ നിന്നാൽ എന്ത് ചെയ്യും, നമ്മൾ പ്രയാസാകും, അതുകൊണ്ട് മക്ക വിട്ടു പോകണം. എവിടേക്ക് പോകണം? അവർ തീരുമാനിച്ചു, എത്യോപ്യയിലേക്ക് പോകാം. എത്യോപ്യ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? മലിക്കുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ് നജാഷി. നജാഷി കൈവിടൂല എന്ന പ്രതീക്ഷ വെച്ച് അംർ ബിൻ ആസ് കൂട്ടരെന്ത് ചെയ്തു, നേരെ എത്യോപ്യയിലേക്ക് തന്നെ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അപ്പോഴും ആരുണ്ട്? ആദ്യം പോയ ജാഫർ റളിയല്ലാഹു അൻഹു കൂട്ടരില്ലേ, അവരെവിടെ തന്നെ ഉണ്ട്, അവര് എത്യോപ്യയിൽ തന്നെ ഉണ്ട്. അവര് വരുന്ന സമയത്താണ് അംർ ബിൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തി നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ കണ്ടു. അംർ ബിൻ ഉമയ്യ എന്ന് പറഞ്ഞ സ്വഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് എത്യോപ്യയിലേക്ക് പറഞ്ഞയച്ച ആളാണ്. എന്താണ് ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെ പോയ ആളുകളുടെ അവസ്ഥ? അവർക്ക് പ്രയാസങ്ങളുണ്ടോ, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആളാണ് ആര്? അംർ ബിൻ ഉമയ്യ. ഈ അംർ ബിൻ ഉമയ്യയും അംർ ബിൻ ആസും തമ്മിൽ പണ്ടൊരു പ്രശ്നമുണ്ട്. ജാഹിലിയത്തിൽ എന്നിട്ടുണ്ട്, ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ അംർ ബിൻ ഉമയ്യ കണ്ട് അംർ ബിൻ ഉമയ്യ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നജാഷി രാജാവിന്റെ അരികിലേക്ക് ചെന്നിട്ട് ഈ അംർ ബിൻ ആസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അംർ ബിൻ ഉമയ്യായിട്ടൊക്കെ സംസാരിക്കുന്നത്, അയാൾ മോശപ്പെട്ട ആളാണെന്നൊക്കെ പറഞ്ഞ് അംർ ബിൻ ഉമയ്യയെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. ഇത് ആർക്ക് ദേഷ്യം വന്നു? നജാഷി രാജാവിന് ദേഷ്യം വന്ന് വളരെ ശക്തമായിട്ട് അദ്ദേഹത്തെ ശകാരിക്കുകയാണ്. ഈ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ആ സമയത്ത് തോന്നി, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്നുള്ളത്. ഇത് പറയേണ്ടിയിരുന്നില്ല, ഇവിടെ നിന്നിട്ട് ഭൂമി കുഴിച്ച് നിന്റെ താഴേക്ക് പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പോലും അദ്ദേഹം ചിന്തിക്കാണ്. കാരണം നജാഷി രാജാവിന് ഇത്രത്തോളം ദേഷ്യം വരാനുള്ള കാരണം ഈ അംർ ബിൻ ഉമയ്യ ആരാണ്? അള്ളാന്റെ റസൂലിന്റെ ദൂതനാണ്. അള്ളാന്റെ റസൂലിന്റെ ദൂതനെയാണോ മോശാക്കുന്നത്, അവഹേളിക്കുന്നത് എന്ന രൂപത്തിൽ ദേഷ്യം വന്നിട്ടാണ് ആര് സംസാരിക്കണത്? നജാഷി രാജാവ് സംസാരിക്കണത്. അങ്ങനെ നജാഷി രാജാവ് പിന്നീട് എന്ത് ചെയ്യാണ്? സംസാരിക്കാണ്. നജാഷി രാജാവ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, അള്ളാനെ മാത്രം ആരാധിക്കണം. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നജാഷി രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. വലിയ ചരിത്രമാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ പിന്നീട് ഉണ്ടായ യുദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊന്നും കടക്കണില്ല. അപ്പോ ഈ നജാഷി രാജാവ്
പിന്നെ ഇസ്ലാം മതം സ്വീകരിച്ച് അദ്ദേഹം രഹസ്യമാക്കി വെച്ചിട്ടാണ്, പരസ്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഈ രാജാവ് എന്ന് പറയാണ്, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കും, ആ പ്രവാചകൻ അംഗീകരിക്കും. നജാഷി രാജാവിന്റെ സംസാരത്തിലെ വശ്യതയിൽ അകപ്പെട്ട് അംർ ബിൻ ആസ് അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു താപിയായ വ്യക്തിയിൽ നിന്ന് വ്യക്തിയെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് അംർ ബിൻ ആസ്. നജാഷി രാജാവ് ആരാണ്? സ്വഹാബിയാണോ? സ്വഹാബിയാണ്. എന്താ സ്വഹാബി എന്ന് പറഞ്ഞാൽ? റസൂൽ ഇസ്ലാം മതം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ കൂടെ സഹവസിച്ച് ഈമാനോട് കൂടി മരണപ്പെട്ട ആളുകളാണ് ആര്? സ്വഹാബി. നജാഷി രാജാവ് ആരെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, സഹവസിച്ചിട്ടില്ല റസൂലുള്ളാഹിന്റെ കൂടെ. അപ്പോ അദ്ദേഹം എന്തല്ല, സ്വഹാബി അല്ല എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, താബിയുടെ ദഅവത്ത് കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് സ്വഹാബിയായ അംർ ബിൻ ആസ്. നോട്ട് ചെയ്തോളൂ, എക്സാമിനൊക്കെ എന്ത് ചെയ്യും, ഈ ചോദ്യം ഉണ്ടാകും. അപ്പൊ എന്തായാലും ഞാൻ അവസാനിപ്പിക്കാണ്. ഈ ഖന്തഖ് യുദ്ധത്തിന് ശേഷം പിന്നീട് ആരും ഇസ്ലാം മതം സ്വീകരിച്ചു? പിന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ നജാഷി രാജാവിന്റെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നബിയുടെ കല്യാണത്തിനുള്ള പ്രതിനിധിയായി നിന്നത് ആരാണ്? നജാഷി രാജാവാണ്. അഥവാ ആദ്യം ഹിജറ പോയ ആളുകളുടെ കൂട്ടത്തിൽ റംല ബിൻത് അബി സുഫിയാൻ, അബൂ സുഫിയാന്റെ മകളായ റംല എന്ന് പറയുന്ന മഹദിയുണ്ട്, ഉമ്മു ഹബീബ എന്ന് പറയുന്ന മഹദി. ഇവരെ ആദ്യം കല്യാണം കഴിച്ചത് ഉബൈദുല്ലാഹി ഇബ്നു ജഅഷ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു ജഅഷിന്റെ സഹോദരനാണ്. കല്യാണം കഴിഞ്ഞ് അവര് എത്യോപ്യയിലെത്തി. പിന്നീട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഉബൈദുല്ലാഹി ഇബ്നു ജഅഷ് ഇസ്ലാം മതം വിട്ടു എന്നും അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം അദ്ദേഹം അവിടെ മരണപ്പെട്ടു എന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം റംല ബീവി അവിടെ ഒറ്റക്കാണ്, അവർക്ക് സംരക്ഷണം ആരുമില്ല. ഈ വിവരം അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു. നജാഷി രാജാവിനോട് ഈ കാര്യം പറഞ്ഞു. റംല ബീവിയോട് ചോദിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, സമ്മതമുണ്ടോ? നജാഷി രാജാവിന്റെ വൃത്തി അടിമ ഈ വിവരം പോയി ചോദിക്കാണ്. നജാഷി രാജാവ് പറഞ്ഞയക്കാണ്, ഹാദിമായ ആ ഒരു വൃത്തിയെ പറഞ്ഞയച്ചു. അവരോട് പോയി ചോദിക്കണം സമ്മതം ഉണ്ടോ എന്നുള്ളത്. റംല ബീവിക്ക് സന്തോഷം കൊണ്ട് അവരുടെ കഴുത്തിലും കാതിലൊക്കെ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ ഊരിയിട്ട് എന്ത് ചെയ്യാണ്, ഈ വൃത്തിക്ക് കൊടുക്കാണ്. പൂർണ്ണ സമ്മതം, അള്ളാഹുവിന്റെ റസൂലിനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കല്യാണത്തിൽ നബിക്കുള്ള പ്രതിനിധിയായിക്കൊണ്ട് നബി ഏൽപ്പിച്ചത്, ആ കഫാലത്ത് ഏൽപ്പിച്ചത് ആരെയാണ്? നജാഷി രാജാവാണ്. ആ നജാഷി രാജാവ് പിന്നീട് നജാഷി രാജാവ് റസൂലുള്ളാഹിക്ക് വേണ്ടി ആരെ സ്വീകരിക്കുകയാണ്? ഈ റംല ബീവിയെ സ്വീകരിച്ചത്. റസൂലുള്ളാഹിയാണ് കല്യാണം കഴിക്കുന്നത്, പക്ഷെ നബിക്ക് പകരമായിട്ട് അവിടെ അത് ഏറ്റെടുക്കുന്നത് ആരാണ്? നജാഷി രാജാവാണ്. നജാഷി രാജാവാണ് മഹറൊക്കെ കൊടുക്കുന്നത്. 400 ദീനാറാണ് കൊടുക്കുന്നത്. നബിയുടെ ഒരു ഭാര്യമാർക്ക് പോലും ഇത്രത്തോളം മഹർ കിട്ടിയിട്ടില്ല. അത് കിട്ടാനുള്ള കാരണം ആ മഹർ കൊടുത്തത് ആരാണ്? നജാഷി രാജാവാണ്. ഹിജറ 6-ാം വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഹിജറ 7-ാം വർഷം ചെയ്തു സഹാബികൾ തിരിച്ചു വന്നു. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു എത്യോപ്യയിലേക്ക് പോയ സ്വഹാബികൾ എന്ത് ചെയ്തു, തിരിച്ച് മദീനയിലേക്ക് വന്നു. മദീനയിൽ അവരെത്തി. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഖന്തഖ് യുദ്ധത്തിന് ശേഷമാണ് ഇവര് വരുന്നത്, ഖൈബർ യുദ്ധത്തിന് ശേഷമാണ് ഇവര് വരുന്നത്. അപ്പൊ ഖൈബറിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. റസൂൽ പറയാണ്, ജാഫറെ, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണോ, ഇനി അതല്ല ഖൈബറിൽ ഞാൻ വിജയം കൈവരിച്ചതിന്റെ സന്തോഷമാണെന്ന് എനിക്ക് അറിയുന്നില്ല, എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഈ ഹിജറ 7-ാം വർഷം തന്നെ അള്ളാഹു റസൂൽ മിമ്പറിൽ കയറി പറഞ്ഞൊരു വാക്കാണ്, റജുലുൻ സാലിഹുൻ, സ്വാലിഹായ വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. അതാരെയാണ്? നജാഷി രാജാവിനെ ഉദ്ദേശിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ റസൂല് 4 പേരെയാണ് റജുലുൻ സാലിഹ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂല് 4 പേരെയാണ് റജുലുൻ സാലിഹ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു റജുലുൻ സാലിഹുൻ, സ്വാലിഹായ വ്യക്തി എന്നുള്ളത്. അതേപോലെ തന്നെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ സംഭവമാണ് റജുലുൻ സാലിഹ് എന്നുള്ളത്. അതേപോലെ പറഞ്ഞൊരു വ്യക്തിയാണ് ഫൈറൂസ് അദ്ദൈലമി. ആരാ ഫൈറൂസ് അദ്ദൈലമി? ഈ നജാഷി രാജാവിന്റെ പെങ്ങളുടെ മകനാണ്. അസ്വദുൽ അനസി എന്ന് പറയുന്ന നുബുവത്ത് വാദിച്ച പ്രവാചകത്വവാദിയെ വധിക്കുന്നത് ഈ ഫൈറൂസ് അദ്ദൈലമിയാണ്. ഈ ഫൈറൂസ് അദ്ദൈലമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന തൊട്ട് മുമ്പാണ് അസ്വദുൽ അനസിയെ ഫൈറൂസ് അദ്ദൈലമി കൊല്ലണത്. ഈ കൊന്ന സമയത്ത് വാർത്ത റസൂലുള്ളാഹിക്ക് വഹീ രൂപം ലഭിച്ചപ്പോൾ നബി പറഞ്ഞൊരു വാക്കാണ്, സ്വാലിഹായ ഒരു വ്യക്തി അസ്വദുൽ അനസിയെ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നബി സ്വാലിഹ് എന്ന് പറഞ്ഞത് നജാഷി രാജാവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗായിബായ മയ്യത്തിനെ നമസ്കരിച്ചത് ആകെ ഈ നജാഷി രാജാവിന്റെ നിസ്കാരത്തിൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
പിന്നെ മുമ്പിലില്ലാതെ ഹാദിറല്ല ഗായിബായ മയ്യത്ത് നമസ്കാരം നിസ്കരിച്ചത് ആകെ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. അത് നജാഷി രാജാവിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഈ സംഭവങ്ങളൊക്കെ മക്കത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നജാഷി രാജാവിന്റെ അരികിലേക്ക് പോയി അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, ഈ സംഭവങ്ങളൊക്കെ നടക്കൂലേ? ഈ സംഭവങ്ങൾ എത്യോപ്യയിൽ അബുസീനയിൽ നടക്കുമ്പോൾ മക്കയിൽ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. മക്കയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം മഹാനായ പിന്നെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഉമർ റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളും ഇസ്ലാം സ്വീകരിക്കുകയാണ്. അംർ ബിൻ ആസ് പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 2 ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. റഹ്മാനായ റബ്ബ് ദീൻ അധികമായി പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തീരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.